നമസ്കാരം. ഐസുക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നവകേരള സദസ്സ് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ രണ്ട് കുഞ്ഞു മിടുക്കികൾ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഇവിടെ കൊട്ടാരക്കര നവകേരള സദസ്സ് നടക്കുന്ന ജൂബിലി മന്ദിരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു വലിയ പരാതിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ എന്താണ് അവരുടെ പരാതി എന്ന് ഈ മക്കളോട് ചോദിക്കാം. ആദ്യം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. മൈക്കിൽ പറഞ്ഞോ, എന്താ മോടെ പേരെന്താ? സജിനി. എത്രല്ല പഠിക്കുന്നേ? 5 ഏത് ക്ലാസ്സിൽ? എവിടെയാ? സെന്റ് മേരീസ്. സെന്റ് മേരീസ് എവിടെയാ? സെന്റ് മേരീസ് കിഴക്കേതെരുവ്. കിഴക്കേതെരുവ് സ്കൂളിലെ വിദ്യാർത്ഥികളല്ലയോ? അപ്പൊ ഇതാരാ? എന്റെ അനിയത്തി. നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആണോ? അമ്മയ്ക്ക് ഒന്ന് കൊടുക്കുക. അനിയത്തിയുടെ വിശേഷം ചോദിക്കട്ടെ. അനിയത്തിയുടെ പേരെന്താ? നിങ്ങളെ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് വന്നയാണോ? ആരാ പറഞ്ഞ ഇവിടെ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾ അറിഞ്ഞ്? അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു പരാതിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ്. എന്തോ പരാതി? ചേച്ചിയോട് കൊടുക്കാം, ചേച്ചിയോട് ചോദിക്കാം. എന്താ മുഖ്യമന്ത്രിയോട് നമുക്ക് എന്തോ പറയാൻ പോന്നേ? ഞങ്ങൾക്ക് വഴിയൊന്നുമില്ല, ഞങ്ങൾക്ക് കലങ്ങൊക്കെ കെട്ടിത്തരണം. മൈക്കെന്ന് പിടിച്ചോ, മൈക്ക് ഇങ്ങനെ വെറുതെ പിടിച്ചോ. മോക്ക് വീട്ടിലോട്ട് പോകാൻ വഴിയില്ലയോ? എവിടാ വീട്? എവിടാ? ഞങ്ങളുടെ വീട് അമ്പലപ്പുറത്താ. എന്തോ സംഭവിച്ച? വഴിയില്ലാതായ എങ്ങനെ? വഴിയില്ലാതായത് ഞങ്ങൾക്ക് അവിടെ ഒരു വയല് പോലത്തെ ഇടവാ. അതുകൊണ്ട് അവിടെ ഫുള്ള് വെള്ളക്കെട്ട. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വണ്ടിയൊക്കെ കൊണ്ടുവന്നപ്പോ അവിടെ പൊതിഞ്ഞു പോയി. അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലോട്ട് കേറാൻ വഴിയില്ലയോ? ഇല്ല, ഒരു കുഞ്ഞു വഴി, അവിടെ വണ്ടിയൊന്നും കയറി വരത്തില്ല. ശരി. അപ്പം നിങ്ങൾക്ക് രണ്ടുപേരും വീട്ടിൽ വേറെ ആരുണ്ട്? വേറെ ചേട്ടനുണ്ട്, അമ്മയുണ്ട്, പപ്പയുണ്ട്. അപ്പൊ ഈ മുഖ്യമന്ത്രിയോട് വന്ന് പറഞ്ഞാൽ വഴി കിട്ടുമെന്ന് ഐഡിയ ആരാ പറഞ്ഞു തന്നെ? ഞങ്ങൾ പത്രത്തിലും വാർത്തയിലൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ വാർത്തയിലൊക്കെ കണ്ടു വന്നതാ. അപ്പൊ എന്തായാലും ഈ കുഞ്ഞു മക്കള് അവര് പത്രത്തിലൊക്കെ കണ്ടും വാർത്തയിലൊക്കെ കണ്ടിട്ട് നവകേരള സദസ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വന്നതാണ്. അപ്പൊ എന്തായാലും അധികാരികള് ഇവരുടെ ഒരു പരാതി ഒന്ന് കേൾക്കണം. അമ്പലപ്പുറത്തുള്ള വീട്ടിലേക്ക് പോകാനായിട്ട് അവരുടെ ആവശ്യം മറ്റൊന്നുമല്ല, ഒരു കലുങ്ക് വേണം. ഈ കലുങ്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നവകേരള സദസ്സിലേക്ക് ഈ രണ്ട് കുഞ്ഞുമക്കള് അവര് യൂണിഫോമില് വന്നത്. തീർച്ചയായിട്ടും അധികാരികള് അവരുടെ ഈ ഒരു പരാതി കേട്ട ശേഷം അവർക്കൊരു കലുങ്ക് നിർമ്മിച്ച് നൽകി. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ വേണം, ഇല്ലയോ? അതെല്ലാം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ പരാതി ഒന്ന് പരിഹരിച്ച് ഈ കുഞ്ഞുമക്കളുടെ പരാതി ഒന്ന് പരിഹരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പേരൊന്നുകൂടെ ഒന്ന് പറയാം. എന്താ പേര്? എന്തായിരുന്നു പറഞ്ഞേ? സജിനി. സജിനി. എത്രാം ക്ലാസ്സിലായിരുന്നു? 5A പഠിക്കുന്ന സജിനിയാണ്. ഇവര് ട്വിൻസ് ആണ്. അപ്പൊ ഇവരുടെ ഈ പരാതി തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി കാണണം. അവർക്ക് പരാതി ഒന്ന് പരിഹരിച്ച് കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.